ഇസ്ലാം സ്വീകരിച്ച ശേഷം ഖുർആനിക ആയത്തുകളിലെ അമാനുഷികമായ ഭാഷാഘടനയിൽ അത്ഭുതപ്പെട്ട് മികച്ച കവി ആയിരുന്നിട്ടും സ്വയം ഒന്നുമില്ലെന്ന് തോന്നുകയും തന്മൂലം കവിതാരചന അവസാനിപ്പിക്കുകയും ചെയ്ത സഹാബി വര്യൻ ആര്? ഇതാണ് മീലാദ് ഖിസ്സിലെ 4ാമത്തെ ചോദ്യം. അതിന്റെ മറുപടി ലബീദ് ബിൻ റബീഅത്തുൽ ആമിരി എന്ന് പറയുന്ന മഹൽ വ്യക്തിത്വമാണ് ആ സഹാബി വര്യൻ എന്നുള്ളതാണ്. ഈ കവിയെക്കുറിച്ചുകൊണ്ട് നമുക്ക് അല്പം പരിചയപ്പെടാം. അറബ് ഗോത്രത്തിലെ പ്രസിദ്ധമായ ഗോത്രമായ ഹവാസിൻ ഗോത്രത്തിലാണ് ഇദ്ദേഹത്തിന്റെ ജനനം. ജസീറത്തുൽ അറബിലെ നജിദ് മേഖലയിലാണ് അദ്ദേഹം ജന്മം കൊണ്ടത്. ഇസ്ലാമിന്റെ മുമ്പ് ഗസാനി രാജാക്കന്മാരുടെ സ്തുതിഗീതങ്ങൾ പാടിപ്പുകയറ്റിയിട്ടുണ്ട്. നഅ്മാൻ ഇബ്നു മുൻദിറിന്റെ പോലെയുള്ള ഗസാനി രാജാക്കന്മാർ അദ്ദേഹം പാടിപ്പുകയറ്റിയത് പ്രസിദ്ധമായ കവിതയാണ്. സുന്ദരമായ കവിതകൾ പാടിക്കൊണ്ട് ജനങ്ങളെ മയക്കിയിരുന്ന പ്രസിദ്ധനായ ഈ കവിയുടെ ഇസ്ലാമിക ആശ്ലേഷത്തിന് പിന്നിലും പരിശുദ്ധ ഖുർആന്റെ സ്വാധീനം നമുക്ക് വ്യക്തമായി ദർശിക്കാൻ സാധിക്കും. പരിശുദ്ധ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും പ്രവാചകരെയും ഈ ലോകത്തു നിന്ന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി അറബികളിലെ പല കബീലക്കാരും പല കാലങ്ങളിലായിട്ട് അവർ ശ്രമം നടത്തി പോന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ നജിദിലെ അറിയപ്പെട്ട വിഭാഗമായ കിലാബ് ഗോത്രക്കാര് ഒരു ദൌത്യ സംഘത്തെ നിയോഗിക്കുകയാണ്. അവരിൽ അറിയപ്പെട്ടിരുന്ന ഒരു കവിയുടെ നേതൃത്വത്തിൽ ഒരു ദൌത്യ സംഘത്തെ അവർ മക്കയിലേക്ക് നിയോഗിച്ചു. ദൌത്യ സംഘത്തിന്റെ ദൌത്യമെന്തെന്ന് വെച്ചാൽ കവിതയിലൂടെയും അവരുടെ സാഹിത്യ കഴിവുകളിലൂടെയും പരിശുദ്ധ ഖുർആനെ വെല്ലുവിളിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഈ ലക്ഷ്യവുമായി മുന്നോട്ടു പോയ ആ ദൌത്യ സംഘം വൈമധ്യേ അവർക്ക് മിന്നലേറ്റുകൊണ്ട് മരണമേറ്റുവാങ്ങേണ്ടി വന്നു. അങ്ങനെ ആ ദൌത്യം പരാജയപ്പെട്ടു. കിലാബ് ഗോത്രക്കാർ വീണ്ടും മറ്റൊരു ദൌത്യ സംഘത്തെ പറഞ്ഞയച്ചു. ആ ദൌത്യ സംഘത്തിലെ നേതാവായി തിരഞ്ഞെടുത്തത് നമ്മുടെ കഥാപുരുഷനായ ലബീദ് ബിൻ റബിയ എന്ന് പറയുന്ന മഹാകവിയെയായിരുന്നു. പൗരാണിക അറബികളുടെ ജീവിത ചരിത്രം മുഴുവനും ഒപ്പിയെടുത്ത് കവിതകളിലൂടെ ലോകത്തിന് സമർപ്പിച്ച പ്രധാനപ്പെട്ട കവിതാ സമാഹാരമാണ് സബ്ഉൽ മുഅല്ലഖ എന്ന പേരിൽ അറിയപ്പെട്ടു വരുന്നത്. ആ സബ്ഉൽ മുഅല്ലഖയിലെ ഒരു മുഅല്ലഖയുടെ രചയിതാവായിരുന്നു നമ്മുടെ സ്മര്യപുരുഷനായ ലബീദ് ബിൻ റബിയ റളിയല്ലാഹു തആല അൻഹു. മക്കയിലെത്തിയ ലബീദ് ബിൻ റബിയ റളിയല്ലാഹു തആല അൻഹു താൻ അഭിമാനം കൊള്ളുന്ന തന്റെ കവിതാ സമാഹാരത്തെ കാബയുടെ ചുവരിൽ കെട്ടിത്തൂക്കി അവിടെ കാത്തിരുന്നു. ആരാണ് ഈ കവിതയെ വെല്ലാൻ മറ്റൊരു കവിതയുമായും കൊണ്ട് മുമ്പോട്ട് വരിക, ആരാണ് ധൈര്യമുള്ളവർ കാണട്ടെ എന്നുള്ള അർത്ഥത്തിൽ ലബീദ് ബിൻ റബിയ കാബത്തിന്റെ അരികിൽ ആളുകളെയും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ആളുകളെല്ലാവരും ഒരുമിച്ചുകൂടി ഈ കവിത ചൊല്ലി നോക്കിയപ്പോൾ അവർക്കൊക്കെ ആശ്ചര്യമായി. വളരെ നല്ല കവിത, സാഹിത്യമൂല്യത്തിന് അത്യുന്നതിയിൽ നിലകൊള്ളുന്ന ഈ കവിത അവരെല്ലാവരും അംഗീകരിച്ചു. ഒരു കുട്ടി പോലും അതിനെ എതിർക്കാൻ മുന്നോട്ട് വന്നില്ല. അങ്ങനെ അല്പദിവസം കഴിഞ്ഞപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ലബീദ് ബിൻ റബിയ കാബത്തിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ തന്റെ കവിതാ ശകലത്തിന്റെ അരികിൽ എന്തോ ഒന്ന് തൂങ്ങിക്കിടക്കുന്നത് ശ്രദ്ധിക്കുകയുണ്ടായി. അടുത്തു വന്ന് നോക്കുമ്പോൾ അതിൽ ഏതാനും ചില ആയത്തുകളായിരുന്നു. സൂറത്തുൽ ബഖറയിലെ ഏതാനും ചില ആയത്ത് ആരോ തലേന്ന് രാത്രി കെട്ടിത്തൂക്കിയതാണ്. ഈ കെട്ടിത്തൂക്കിയ ആയത്തുകളെ പാരായണം ചെയ്ത ലബീദ് ബിൻ റബിയ റളിയല്ലാഹു തആല അൻഹുവിന് വളരെ പെട്ടെന്ന് തന്നെ കാര്യം ബോധ്യപ്പെട്ടു. ഇതൊരു മനുഷ്യ സംസാരമല്ല, ഇതൊരു മനുഷ്യന്റെ സൃഷ്ടിയല്ല, ഇതൊരു കവിതയല്ല, ഇത് ദൈവീകമായ ഗ്രന്ഥമാണ്, ദൈവീകമായ വചനമാണെന്ന് അദ്ദേഹത്തിനിക്ക് അല്പം ചില ആയത്തുകൾ ഓതിയത് കൊണ്ട് തന്നെ ബോധ്യപ്പെടുകയും
അതിന്റെ അരികിൽ കെട്ടിത്തൂക്കിയിരുന്ന തന്റെ കവിത അതിനെ വലിച്ചെറിഞ്ഞുകൊണ്ട്, അതിനെ കീറിക്കളഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ചെന്ന് ഇസ്ലാം മതം ആശ്ലേഷിക്കുകയുണ്ടായി. ഇതാണ് അദ്ദേഹത്തിന്റെ ഇസ്ലാമിലേക്ക് വരാനുള്ളതായിരിക്കുന്ന പാശ്ചാത്തലമായിട്ട് ചരിത്രം നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുന്നത്. 90-ാം വയസ്സിൽ ഇസ്ലാമിലേക്ക് കടന്നുവന്ന മഹാനായ ലബീദ് ഇബ്നു റബിയ റളിയല്ലാഹു തആല അൻഹു പിന്നീട് തന്റെ ജീവിതത്തിന്റെ ശിഷ്ടകാലം ഖുർആനിന്റെ അനുയായിയായി, ഖുർആന്റെ സേവകനായിട്ടാണ് ജീവിതം നയിച്ചത്. പിന്നീട് ഒരിക്കൽ പോലും കവിതാരചന അദ്ദേഹം നടത്തിയിട്ടില്ല. ഒരു വരി കവിത മാത്രമാണ് ഇസ്ലാമിൽ വന്നതിനു ശേഷം അദ്ദേഹം ചൊല്ലിയത്. ഒരവസരത്തിൽ മഹാനോട് ചോദിക്കുകയുണ്ടായി, ഓ മഹാകവി, നിങ്ങൾ എന്തുകൊണ്ടാണ് കവിതയൊന്നും രചിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ സൂറത്തുൽ ബഖറ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിനേക്കാൾ നല്ലൊരു കവിതയെ ഇനി ലഭിക്കാനില്ല, പരിശുദ്ധ ഖുർആനിക്ക് പകരം വെക്കാൻ ഒരു കവിതയുമില്ല എന്നുള്ള പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയത്. അങ്ങനെ 145 വയസ്സെന്നും 157 വയസ്സെന്നും ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നത് കാണാം. അദ്ദേഹം ജീവിച്ചു കൂഫയിലേക്ക് താമസം മാറിയ അദ്ദേഹം മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് വഫാത്തായി പോകുന്നത്. ലബീദ് ഇബ്നു റബിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ കവിത മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേക പ്രശംസയ്ക്ക് വിധേയമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അറബി കവിതകളിൽ നിന്ന് ഏറ്റവും മൂല്യമുള്ള കവിതയാണ്, ഏറ്റവും മാന്യമായ കവിതയാണ് ലബീദ് ഇബ്നു റബിയയുടേത് എന്ന് ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുകഴ്ത്തി പറയുകയുണ്ടായി. അറബി സമൂഹത്തിൽ വലിയ വലിയ സ്ഥാനമാനങ്ങൾ ലഭിച്ചിരുന്ന രാജാക്കന്മാരുടെ ദർബാറുകളിൽ പോലും സ്ഥിരപ്രതിഷ്ഠ നേടിയ എത്രയോ കവികളാണ് പരിശുദ്ധ ഖുർആനിന്റെ സൗന്ദര്യ വലയത്തിൽ ആകൃഷ്ടരായിക്കൊണ്ട് തങ്ങളുടെ കവിതാ ലോകത്തോട് വിട പറഞ്ഞ് ഇസ്ലാമിന്റെയും പരിശുദ്ധ ഖുർആന്റെയും അനുയായികളായി തീർന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും.